നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ഊഴത്തിൽ ക്യാബിനറ്റ് സജ്ജമാക്കാൻ NDA ഒരുങ്ങുകയാണ്. ഉടൻ സത്യപ്രതിജ്ഞയുണ്ട്. സത്യപ്രതിജ്ഞ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. ഇപ്പോൾ ഇതാ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ 7 ലോക നേതാക്കൾക്ക് ക്ഷണം. ഏതൊക്കെയാണ് നേതാക്കൾ എന്ന് നോക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദഷോ ഷെറിംഗ് ഡോബ്കെ, മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് ജുഗ്നോത്ത്, സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാംകലവൻ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ തുടങ്ങിയ ലോക നേതാക്കൾക്കാണ് ക്ഷണമുള്ളത്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ ആദ്യമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. ഈ ലോക നേതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മോദിക്ക് പ്രശംസ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹലും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ധാക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറാനാണ് ഷെയ്ഖ് ഹസീന പദ്ധതിയിട്ടിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ലോക നേതാവാണ് ഷെയ്ഖ് ഹസീന. 2019 നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിരുന്നു. 2014 നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു. അതേസമയം BJPക്ക് 240 MPമാരുള്ളതിനാൽ ഇനിയും അംഗത്തിന് ബാല്യമുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ നിതീഷ് കുമാറിനെയും അധികകാലം വിശ്വസിക്കാൻ വയ്യാത്തതിനാൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ പിളർത്തി NDA ക്യാമ്പിൽ എത്തിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അതിലൂടെ 5 വർഷവും ഭരിക്കാനാകും. അതേസമയം NDA MPമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. യോഗത്തിൽ നരേന്ദ്രമോദിയെ പാർലമെന്റിലെ NDA നേതാവായി തിരഞ്ഞെടുക്കും. NDAയുടെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും BJP സംസ്ഥാന അധ്യക്ഷന്മാരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. NDA MPമാരെ മോദി അഭിസംബോധന ചെയ്യും. യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ കണ്ട് മോദിയെ നേതാവായി നിശ്ചയിച്ചതായുള്ള കത്ത് നേതാക്കൾക്ക് നൽകും. ഞായറാഴ്ചയാണ് ദില്ലിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ അയൽ രാജ്യങ്ങളിലെ നേതാക്കൾ ദില്ലിയിലെത്തും. അതേസമയം സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ TDP ഉറച്ചു നിൽക്കുകയാണ്. സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകുന്നതിൽ BJP നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തി. ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം BJP നൽകിയേക്കും. അതേസമയം ഒരു ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമെന്ന BJPയുടെ നിർദ്ദേശവും JDU തള്ളി. അർഹിക്കുന്ന പ്രാമുഖ്യം ക്യാബിനറ്റിൽ വേണമെന്നാണ് JDUവിന്റെ ആവശ്യം. അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാറ്റം വരുത്തണമെന്നാണ് നിർദ്ദേശമെന്നും JDU അറിയിച്ചു. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ BJP തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് TDP അറിയിച്ചു. അതേസമയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാരിനുള്ള തിരക്കിട്ട ചർച്ചകൾ രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് കിട്ടാതായതോടെ സഖ്യകക്ഷികളുടെ വിലപേശലുകളും പിന്തുണ സംബന്ധിച്ച അഭ്യൂഹങ്ങളും ഉയരുന്നതിലൂടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം. BJP നേതാക്കളായ അമിത്ഷായും രാജ്നാഥ് സിംഗും പാർട്ടി അധ്യക്ഷൻ BJP നദ്ദയുടെ വസതിയിൽ ചർച്ചകൾ നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.